ഹലോ സുഹൃത്തുക്കളെ, എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം എം എച്ച് ബ്ലോഗിലേക്ക്. നമ്മളിന്ന് പോത്തുകൾക്ക് പുല്ലും വൈക്കോലൊന്നും ഇല്ലാത്ത ഒരു തീറ്റയാണ് ഇന്ന് കൊടുക്കാൻ പോകുന്നത്. വാഴ വെട്ടിയിട്ട് വാഴൻ്റെ ഇലയും വാഴയും കൂടി വെട്ടിയിട്ടാണ് കൊടുക്കുന്നത്. അത് നല്ലോണം തിന്നും. ഇത് നല്ലതാണ്. തണുപ്പും കിട്ടും, വെള്ളത്തിൻ്റെ ആവശ്യം കൂടുതലുണ്ടാവില്ല. ഇന്ന് കൊടുക്കുന്നത് ഇതാണ്. ഓരോ ദിവസം മാറ്റി മാറ്റിയാണ് നമ്മൾ കൊടുക്കൽ. ഇന്ന് കൊടുക്കുന്ന തീറ്റയാണിത്. കുറച്ച് വൈക്കോലും ഉണ്ടായിരുന്നു, വൈക്കോലും ഉണ്ട്, അതും കൊടുക്കുന്നുണ്ട്. ഇതും ചോറല്ല, മില്ലിലത്തെ വേസ്റ്റ് റൈസ്, അത് വേവിച്ചത്, അരി തവിട് പൊടി കൂടിയതാണ്. ഇവിടെ ഒരു അരി മില്ലുണ്ട്, അവിടെ വാങ്ങാൻ കിട്ടും. അത് 17 റുപ്യ ഒരു കിലോ വിലയുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇന്ന് കുറച്ച് വാഴൻ്റെ ഇലയും വാഴൻ്റെ അങ്ങനെ മുറിച്ച് കൊടുത്തിട്ട് വാഴയും കൊടുക്കും. ആദ്യം വാഴ വെട്ടിയിട്ട് കൊടുക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇലയും കൊടുക്കും. ഇല ആദ്യം കൊടുത്താൽ അവരത് ഇലയുണ്ട് ആദ്യം തിന്നും. അപ്പോൾ അതൊന്ന് ഇങ്ങനെ കൊടുക്കല്. എല്ലാ സുഹൃത്തുക്കളും നമ്മളെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ഹെൽപ്പ് ചെയ്യണം. നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ, വീഡിയോൻ്റെ പരിപാടിയായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളൂ. പോത്ത് വളർത്തൽ തുടങ്ങിയിട്ട് 3 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും നമ്മളെ എം എച്ച് ബ്ലോഗ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇന്നിപ്പോൾ കൊടുക്കുന്ന തീറ്റയാണ് ഇപ്പോൾ ഇത്. വാഴ വെട്ടിങ്ങാണ്ട് അങ്ങോട്ട് കൊടുന്നിട്ട് കൊടുക്കുകയാണ്. അത് വലിയ പോത്തുകൾക്ക് താഴെ ഉണ്ട്, വലിയ വാഴ ഉണ്ട്, കൊടുത്തിട്ടുണ്ട്. അവർക്കത് എത്ര കൊടുത്താലും തിന്നും. ആ വാഴ എത്ര കൊടുത്താലും തിന്നും. അത് കൊടുക്കണമെന്ന് പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇതിൽ വെള്ളം തന്നെയാണല്ലോ. വെള്ളം കൂടുതൽ കുടിക്കൂല അത് കൊടുത്താൽ. രാവിലെ വെള്ളം കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ അവർ തീരെ വെള്ളം കുടിക്കൂല. അന്നത്തെ ദിവസം ഇതന്നെ മതി. ഇത് അതിൻ്റെ ബാക്കിയുള്ള ഇല ഇവർക്ക് വെട്ടിയിട്ട് കൊടുക്കുകയാണ്. പിന്നെ വലിയ പോത്തുകൾക്കാണെങ്കിൽ അവർക്ക് വലിയ വാഴ വെട്ടി കുറച്ച കൊല വെട്ടിയ വാഴ കൊടുത്തിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അവർക്കതാണ്. കുട്ടികൾക്കാണ് ഇലയും ചെറിയ വാഴ കുട്ടിയൊക്കെ പാടെ വെട്ടിയിട്ട് കൊടുക്കുന്ന അവർക്കാണ്. ഇവർക്ക് വലിയ വാഴ അത്ര അങ്ങനെ തിന്നൂല കുട്ടികൾ. വലിയ പോത്തുകൾക്കാണെങ്കിൽ ഏത് വലിയ വാഴയും വെട്ടി കൊടുക്കാൻ ഇട്ട് കൊടുത്താൽ അവർ ഓരോ പാത്രത്തിലാക്കി കൊടുത്താൽ അവരങ്ങനെ ശരിയാക്കും. വാഴ നമ്മളിങ്ങനെ കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ കൂടുതൽ പുല്ലോ വൈക്കോലോ കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കൊടുത്താൽ മതി. കുറച്ച് പുല്ലും കുറച്ച് വൈക്കോലും കൊടുത്താൽ മതി. നല്ല പെട്ടെന്ന് വയറൊന്നും അറിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ തിന്നാൽ പെട്ടെന്ന് വയറൊന്നും അറിയുമൊക്കെ. പുല്ല് തിന്നുന്ന മാതിരിയല്ല. ഇല നല്ലതാണ്, വാഴയുടെ എല്ലാം നല്ലതാണ്. പോത്തുകൾക്ക് എല്ലാം കൊടുക്കാം, വാഴയുടെ എല്ലാ സാധനങ്ങളും കൊടുക്കാം. വാഴ കളച്ച് പറിച്ചിട്ട് അതിൻ്റെ അടിയിലെ അതിൻ്റെ കുടം വരെ ചെത്തി വൃത്തിയാക്കി കൊടുത്തിരുന്നതാണ്, കഴുകിങ്ങാണ്ട്. അതൊക്കെ നല്ല ഇതിൽ തിന്നും. അവരുടെ വയറ് നിറയണ്ടേ. പിന്നെ പുറത്തുനിന്നല്ലല്ലോ വയറുണ്ടാവുക. അപ്പോൾ അത് മുഴുവൻ നിറയണ്ടേ. അത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തിന്നാൽ പെട്ടെന്ന് വയറ് നടക്കും. പിന്നെ വെള്ളവും ആണ്. വാഴൻ്റെ ഇല ഡെയിലി ഒന്നും കൊടുക്കൂല. ഓരോ ദിവസവും ചില ദിവസങ്ങളിൽ ഇത് മാത്രമേ കൊടുക്കുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ഇത് വാഴൻ്റെ ഇലയാണ്. ഇത് പുല്ലൊന്നുമില്ല. ഇന്ന് വൈക്കോല് കുറേശ്ശെ വൈക്കോലും കൊടുക്കും, ഇത് കൊടുക്കും. വൈക്കോല് കുറച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഇതൊന്നും ഉണ്ടാവില്ല. ഇത് വാഴ കൊടുത്താലേ. ഞാൻ ഈ പോത്ത് വളർത്തി തുടങ്ങിയിട്ട് 3 വർഷമായി. ഇവിടെ നാട്ടിൽ 3 വർഷമായി പോത്ത് വളർത്തി തുടങ്ങിയിട്ട്. 28 കൊല്ലം സൗത്ത് ആഫ്രിക്കക്കാരുടെ കൂടെ ഗൾഫിൽ ഞാൻ ഈ മൃഗങ്ങൾ സംരക്ഷണത്തിൻ്റെ വകുപ്പിൽ പോസ്റ്റ്മോർട്ടം മൃഗങ്ങളെ വളർത്തുന്ന ആ ജോലിയിലായിരുന്നു. അങ്ങനെ 28 കൊല്ലം ഗൾഫിൽ ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. അവിടെ മൃഗങ്ങളെ ഡോക്ടർമാരുടെ കൂടെ ആയിരുന്നു എനിക്ക് ജോലി. അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുക, പോസ്റ്റ്മോർട്ടത്തിൽ പറഞ്ഞാൽ അതിനെ വെട്ടിപ്പൊളിച്ച് കൊടുക്കുക. അതൊക്കെ ആയിരുന്നു എൻ്റെ പണി. ഇവിടെ വന്നപ്പോൾ എനിക്ക് അതിനോടുള്ള ഈ മൃഗങ്ങളോടുള്ള താല്പര്യം അന്ന് മുതലേ ഉള്ളതാണ്. അവിടെ ഒരു മാനം പിന്നെ വേറെ വലിയ മൃഗങ്ങളൊക്കെ ആയിരുന്നു അവിടെയൊക്കെ നോക്കിയിരുന്നത്. നോക്കൊന്നും ചെയ്ത് അടുത്തൊക്കെ ഇങ്ങനെ പരിപാലിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരുടെ ഭക്ഷണമൊക്കെ കൊണ്ടുപോയി ഷെഡിൽ കൊണ്ടുപോയി കൊടുത്താൽ പിന്നെ അവർ വന്ന് തിന്നല്ലേ.
എന്ന പരിപാടിയായിരുന്നു. അപ്പോൾ അന്ന് മുതലേ എനിക്കുള്ളതാണ് ഈ മൃഗങ്ങളായിട്ടുള്ള താല്പര്യവും മൃഗങ്ങളെ പറ്റിയിട്ടുള്ള അറിവും ഇവരുടെ ഭക്ഷണം ഇവരുടെ ധ്യാനപ്രശ്നത്തിനുള്ള ചെയ്യേണ്ട ചുറ്റുചൂട് വൈദ്യങ്ങളും എല്ലാം എനിക്കറിയാം. എല്ലാ മരുന്നുകളും ഒക്കെ അവിടുന്ന് ഞാൻ അവരുടെ കൂടെ ഇംഗ്ലീഷുകാരെ ഡോക്ടർമാരുടെ കൂടെ നിന്ന് 28 കൊല്ലം നിന്നിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്ക ഡോക്ടർമാരുടെ കൂടെ ഗൾഫിൽ. അപ്പോൾ അന്ന് മുതലേ എനിക്കുള്ള താല്പര്യമാണ് മൃഗങ്ങളെ വളർത്തുന്നതിലും എല്ലാം. അതാണ് നമുക്ക് ഈ പ്രത്യേകത, ഈ മൃഗങ്ങളോടുള്ള താല്പര്യം, അവരുടെ ഭക്ഷണ രീതി, അവർക്ക് കൊടുക്കേണ്ട മരുന്നുകൾ, ഇതിനെപ്പറ്റിയെല്ലാം ഞാൻ പഠിച്ച് അറിഞ്ഞത് കൊണ്ടാണ് എനിക്കിത് മൃഗങ്ങളോടുള്ള താല്പര്യം കൂടിയതും അവരെ ഇവിടെ വന്നപ്പോഴും അങ്ങനെ തന്നെ ചെയ്യണമെന്ന് തോന്നിയത്, വളർത്തുന്നത്. അപ്പോൾ ഇതാണിപ്പോൾ ഇന്ന് കൊടുക്കാൻ പോകുന്നത്. ഇത് കൊടുക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല, ഒരു നല്ലോണം തിന്നുകയും ചെയ്യും. കൂടുതൽ അത്ര പുല്ലൊന്നും കൊടുക്കണം അത്ര വേണ്ട. ഇതാവുമ്പോൾ വേറെ പെട്ടെന്ന് നിറയും. പിന്നെ വെള്ളം കൂടുതൽ വേണ്ട ഇത് കൊടുക്കുമ്പോൾ. നമ്മളെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ടാണ് വീഡിയോ പരിപാടിയായിട്ട് വന്നിട്ടുള്ളത്. ഇന്നത്തെ തീറ്റയാണ് പാർക്കുള്ളതാണ് ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ രാത്രി കുറച്ച് വൈക്കോലും കൊടുക്കും. വൈകുന്നേരം വെള്ളം കൊടുക്കുന്നുണ്ട്, 2 നേരം വെള്ളം കൊടുക്കും. വൈകുന്നേരം ഒരു പിടി തവിട്, ഒരു കൈ തവിട് ഒരാൾക്ക് അങ്ങനെ ഇട്ടിട്ട് പേരിന് കുറച്ച് തവിട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഉപ്പും തവിടുണ്ടെങ്കിലും പിന്നെ അവർ പെട്ടെന്ന് കുടിച്ചോളും. നമ്മൾ ചെറിയ പോത്തുകുട്ടികൾ അങ്ങനെയല്ല, അവർ പച്ചവെള്ളം നന്നായിട്ട് കുടിക്കും. വലിയ പോത്തുകൾക്ക് കുറച്ച് തവിടിട്ടില്ലെങ്കിൽ അവർ കുടിക്കൂല. ഇവനൊന്നും വെള്ളം വേണ്ടി വരില്ല. ഇത് തിന്നാ അത് വെറും വെള്ളമാണല്ലോ വായൻ്റെ. അവരൊരു തൊട്ടി വെള്ളം കുടിച്ചു കൊടുക്കും, പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല. ഇതൊക്കെയാണ് നമ്മുടെ പോത്ത് വളർത്തലിൻ്റെ വിശേഷങ്ങൾ. ഇന്നിപ്പോൾ ഇതാണ് വായയാണ് അവർക്കുള്ള തീറ്റ. ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്, ചില ദിവസം വായ കൊടുക്കും, ചില ദിവസം വേറെ ഈ വള്ളി നാരും അങ്ങനത്തെ ഒക്കെ കൊടുക്കും. പുല്ല് മാത്രമായിട്ടൊന്നും കൊടുക്കില്ല, പുല്ല് വൈക്കോലുമായിട്ടൊന്നും അങ്ങനെ കൊടുക്കില്ല. എന്ത് നമുക്ക് കിട്ടിയത് അതൊക്കെ കൊടുന്ന് കൊടുക്കും, അതൊക്കെ ഇവർ തിന്നേക്കും. ഈ വായൻ്റെ പറിച്ചു കൊടുത്തതിൻ്റെ ആ കുടം പിന്നെ വെട്ടി നേരാക്കി കഴുകി കൊടുത്താൽ അതും വെട്ടിയിട്ട് കൊടുത്താൽ നല്ലപോലെ തിന്ന് വയറ് നടക്കും. അതിപ്പോൾ കുറച്ച് ദൂരമാണ്, അവിടുന്ന് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇപ്പോൾ കൊണ്ടുവരാത്തത്. വായൻ്റെ കുടം സാധാരണ വായ കൂട്ടി വെച്ചിട്ട് കഷ്ണമാക്കിയിട്ട് അങ്ങനെ കൊണ്ടുവരുന്നത്. വായ കൊടുത്തു കഴിഞ്ഞാൽ വയറ് നിറച്ചാൽ പിന്നെ പുല്ലൊന്നും അധികം തിന്നില്ല. കുറച്ച് പേരിന് കുറച്ച് വൈക്കോല് മുമ്പിലിട്ട് കൊടുക്കും.
ഇത് തിന്നാൽ 2 പാത്രം ഒരാൾക്ക് കൊടുക്കും ഒരു ദിവസം. എല്ലാ ദിവസവും കൊടുക്കില്ല, കൊടുക്കുന്ന ദിവസങ്ങളിൽ അങ്ങനെ അത് കഴിക്കും. മോരിക്കൊട്ടന് അങ്ങനെ നോക്കുന്നുണ്ടോ അവൻ്റെ കാല അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി കൊടുക്കും. അപ്പോൾ അത് വേറെടുത്തി കൊടുത്തിട്ടില്ല. ഓരിപ്പോൾ അതാണ് തിന്നാനൊന്നും അല്ല വലിയ താല്പര്യം. കാല് കുടുങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കണം കൊടുത്തത്. ഇതൊക്കെ നല്ലോണം തിന്നും, 2 പാത്രം തിന്നും ഈ വാഴ വെട്ടിയത്. പിന്നെ വിശക്കൂല, ഉണ്ടാതെ അവിടെ കടന്നു, ഉണ്ടാതെ അവിടെ കടന്നുകൂടെ അവർ. ഇനി അടുത്ത ആൾക്ക് കൊടുക്കുന്നത് അല്ല, കാല് ശരിയാക്കായിട്ടാണ് പോലും ഇതിനോട് താല്പര്യമില്ലാത്തത്. എന്താ നമുക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ വില കുറവുള്ള കിട്ടുന്ന സാധനത്തിനൊന്നും വിലയൊന്നും കൊടുക്കണ്ടല്ലോ. വാഴ നമ്മളെ പറമ്പിൽ തന്നെ വെട്ടിക്കൊട്ടണം, നമ്മളെ പാടത്ത് തന്നെ വെട്ടിക്കൊട്ടണം. അല്ലെങ്കിലും എവിടെയെങ്കിലും ആരുടെ പാടത്താണെങ്കിലും ഇപ്പോൾ കൊലക്കാത്തതോ കൊല വെട്ടിയതോ ഇവിടെ നമ്മളെ നാട്ടിൽ ചോദിക്കൊന്നും വേണ്ട. എവിടുന്ന് കൊല വെട്ടിയ വാഴയൊക്കെ വെട്ടിക്കൊണ്ട് വരാം. വയലിലൊന്നും പോയാൽ എവിടെ ഉണ്ടെങ്കിലും കൊണ്ടുവരാം. പിന്നെ നമുക്കിപ്പോൾ നമ്മളെ പാടത്ത് തന്നെ ഇന്ന് വെട്ടിക്കൊണ്ടിരുന്നതാണ്. കുറച്ച് ദൂരമാണ്. അപ്പോൾ ഞാൻ കൂടുതൽ ദിവസങ്ങളിൽ ഇത് കൊടുക്കലില്ല. കൊണ്ടുവരാൻ കുറച്ച് ദൂരമാണ്, കയറ്റി കൊണ്ടുവരണം. അപ്പോൾ അതിന് ഉള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഒരു ആഴ്ചയിൽ ഒരു ദിവസമോ 2 ദിവസമോ ഇത് കൊടുക്കുള്ളൂ. വാഴൻ്റെ ഇത് വെട്ടിയിട്ട് കൊടുക്കുള്ളൂ. മറ്റുള്ള ദിവസങ്ങളിൽ നല്ല പുല്ല്, വൈക്കോല്, അങ്ങനെയുള്ള സാമഗ്രികളൊക്കെ സംഘടിപ്പിച്ച് കൊടുക്കും. വള്ളി ഈ തോട്ടിൻ്റെ അരയിലൊക്കെ ഉണ്ടാകും വള്ളികളൊക്കെ, അതൊക്കെ മണലോട് വെട്ടി കൂട്ടിയാൽ പെട്ടെന്നാവും, കിട്ടുകയും ചെയ്യും. അതും കൊടുക്കും. ഇതൊക്കെയാണ് നമ്മളെ പോത്ത് വളർത്തലിൻ്റെ വിശേഷങ്ങൾ. നമ്മുടെ മറ്റു ബ്ലോഗ് ചാനൽ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തിന്നുവേണ്ടേ ഉഷാറായിട്ട് സാപ്പിടും. ഇന്നിപ്പോൾ വേറെ കാര്യമായിട്ടൊന്നും വേണ്ടിയിട്ടില്ല. വിശക്കൂല അത് തിന്നു കഴിഞ്ഞാൽ. നല്ല